ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ജോലിയുടെ വേക്കൻസിയാണ് പറയാൻ പോകുന്നത്. അതായത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് റിക്രൂട്ട്മെൻ്റാണ് 2025. ഇപ്പോൾ അപേക്ഷിക്കാം. അതായത് ജിയോഷ്യൽ എഡുലാൻഡ് മുഖേന പ്രസിദ്ധീകരിച്ച തീയതി ഡിസംബർ 19. അവസാന തീയതി, അതായത് ഈ നമ്മൾ അപേക്ഷ അയക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് 2024 12/26. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് 2025. ഓയിൽ പാം ഒരു പുതിയ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു. ഈ അറിയിപ്പ് പ്ലാന്റ് ഓപ്പറേറ്റർ, JCB ഓപ്പറേറ്റർ, ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, വെയിറ്റ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ, മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ്, ബോയിലർ അറ്റൻഡർ തസ്തികകൾക്കുള്ളതാണ്. യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് 26/12/2024 അതിനു മുമ്പോ ഓഫ്ലൈനായി അപേക്ഷിക്കാം. ഓപ്പിൽ റിക്രൂട്ട്മെൻറ്റ് 2025 അവലോകനം ഇങ്ങനെയാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. പോസ്റ്റിൻ്റെ പേര് വിവിധ പോസ്റ്റ്. ആകെ ഒഴിവ് കുറച്ച് അധികം ഒഴിവ്, വിവിധ ഒഴിവ്. സ്ഥലം കേരളം. അപേക്ഷാ മോഡ് ഓഫ്ലൈൻ തപാൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് കേട്ടോ. അവസാന തീയതി 26. ശമ്പളം 27,650 രൂപ സ്റ്റാർട്ടിങ്. പിന്നെ പോസ്റ്റ് തരം താൽക്കാലികമാണ് കേട്ടോ. പിന്നെ നമ്മൾ താൽക്കാലികമായിട്ടാണ്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്, SSLC, ITI ഡിപ്ലോമ. പ്രായപരിധി 18 മുതൽ 36 വരെ. തിരഞ്ഞെടുക്കൽ രീതികൾ: ഇൻ്റർവ്യൂ, ടെസ്റ്റ്. അപേക്ഷാ ഫീസ് ഒന്നുമില്ല, അതായത് ഫീസ് ഒന്നും വേണ്ട. വിദ്യാഭ്യാസ യോഗ്യത വിശദാംശങ്ങൾ: പ്ലാന്റ് ഓപ്പറേറ്റർ, മെക്കാനിക്കൽ. അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് വേണോ വേണ്ടേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പ്ലാന്റ് ഓപ്പറേറ്റർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്നുള്ള തത്തുല്യം അത് വേണം. പിന്നെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പിന്നെ JCB ഓപ്പറേറ്റർ 8ാം ക്ലാസ്സിൽ വിജയിക്കുക, അത്ര മതി. പിന്നെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ, ഹെവി ഗുഡ്സ് ആൻഡ് ഹെവി പാസഞ്ചർ വെഹിക്കിൾ രണ്ടും. ഡ്രൈവിംഗ് ബാഡ്ജും ഡ്രൈവിംഗ് അംഗീകാരത്തോടു കൂടെ കുറഞ്ഞത് 3 വർഷത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്വേറ്ററുകൾ ഓടിക്കാനുള്ള ലൈസൻസും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനത്തിലോ അംഗീകൃത സ്ഥാപനത്തിലോ റോഡ്, എർത്ത് വർക്ക് ഉൾപ്പെടുന്ന എക്സ്കവേറ്ററുകൾ പ്രവർത്തിക്കുന്നതിന് 3 വർഷത്തെ പരിചയമാണ്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്. ഫിറ്റർക്ക് ഫിറ്റർ ട്രേഡിംഗ് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ VHSE തത്തുല്യ സർട്ടിഫിക്കറ്റ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. ഫിറ്റർ മെഷീനിസ്റ്റ്. ഫിറ്റർ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ VHSEL തത്തുല്യ സർട്ടിഫിക്കറ്റ്. അതിന് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പിന്നെ വെൽഡിങ് ട്രേഡിലെ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ VHSE തത്തുല്യ സർട്ടിഫിക്കറ്റ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ ഉള്ളത് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. കേരളത്തിലെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള സാധുവായ വയർമാൻ ലൈസൻസും സൂപ്പർവൈസറിൻ്റെ സർട്ടിഫിക്കറ്റും വേണം. പിന്നെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പിന്നെ വെയിറ്റ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ, അയാൾ SLC വേണം. SLC പാസ് എന്നില്ല, SSLC മതി. പിന്നെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 6 മാസ കാലാവധിയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ. കേരളത്തിലെ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ്, മെക്കാനിക്കൽ ട്രേഡിംഗ് ITI സർട്ടിഫിക്കറ്റ്. ഫിറ്റർ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ തത്തുല്യ ട്രേഡിംഗ് VHSE സർട്ടിഫിക്കറ്റ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പിന്നെ ബോയിലർ അറ്റൻഡ് ITI ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ തത്തുല്യം. 2ാം ക്ലാസ് ബോയിലർ
അറ്റൻഡ് എന്ന നിലയിൽ യോഗ്യത സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അപേക്ഷിക്കുന്ന അവസാന തീയതി 26 ഡിസംബർ 26, 2024. അപേക്ഷാ ഫീസ് ഒന്നുമില്ല. പ്രായപരിധി 18 അല്ലെങ്കിൽ 36 ഇതിൻ്റെ ഇടയിലായിരിക്കണം. URNA 3 വർഷം, OPCC 3 വർഷം, SC ST PWD PD 10 വർഷം. ഇതാണ് ഈ ഒരു ഓയിൽ റിക്രൂട്ട്മെൻറ്റ് 2025 നമുക്ക് കിട്ടാൻ പോകുന്ന ജോലിയുടെ ആപ്ലിക്കേഷൻ, അതായത് അതിൻ്റെ വിവരങ്ങൾ. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മൾ ആ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക, അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, നോൺ ക്രിമിനൽ മുതലായവയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച് അപേക്ഷാ ഫോറം 26 അതിനു മുമ്പോ തപാൽ വഴി അയക്കുക. വിലാസം: കോട്ടയം സൗത്ത് PO, കോടിമത കോളയം, കേരളം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പൂരിപ്പിച്ച് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജോലിയുടെ വേക്കൻസി. ഇനി കൂടുതൽ ജോബിൻ്റെ വേക്കൻസികൾ, നാട്ടിലുള്ള സാധാരണ ജോലി ഒക്കെ ഉള്ള എല്ലാത്തിനുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് എന്നും അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.